പുനർജനി തട്ടിപ്പിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയെ വെള്ളപൂശിയെങ്കിലും കേസ് അവസാനിക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുമെന്നും പുനർജനിക്ക് പിന്നിൽ ബിനാമി ഇടപാടുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ മാതൃക UDF സർക്കാർ തകർത്തെന്നും അദ്ദേഹം വിമർശിച്ചു. വികലാംഗർ, ഭിന്നശേഷിക്കാർ, ഗൃഹനാഥൻ ഇല്ലാത്ത കുടുംബം എന്നിവർക്ക് വീട് വാഗ്ദാനം ചെയ്താണ് VD സതീശൻ പുനർജനി പദ്ധതി ആരംഭിച്ചത്. വിദേശത്ത് നടത്തിയ പ്രസംഗത്തിൽ ഒരാൾ പദ്ധതിയിലേക്ക് 500 പൗണ്ടെങ്കിലും നൽകണം എന്നായിരുന്നു ആവശ്യം. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ VD സതീശനെ ആഭ്യന്തര വകുപ്പ് വെള്ളപൂശുമ്പോഴും നിയമ നടപടികൾ അവസാനിക്കുന്നില്ലെന്നും കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതാണെന്നും MV ഗോവിന്ദൻ മാഷ്. ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസുണ്ട്. വിജിലൻസ് കേസ് മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ആ കേസ് അങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതല്ല. ഹൈക്കോടതിയിലുള്ള കേസും അങ്ങനെ വേഗം അവസാനിക്കില്ല. കേസ് കൊടുത്തത് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ അല്ല. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ സെക്രട്ടറിയാണ്. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം വാങ്ങാതെയാണ് സതീശൻ പദ്ധതിയുടെ പേരിൽ വിദേശയാത്ര നടത്തിയത്. പ്രളയസമയത്ത് ഫണ്ട് ശേഖരണത്തിന് സംസ്ഥാന സർക്കാരിന് വിദേശയാത്രാ അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ VD സതീശന് അനുമതി നൽകിയത് BJP കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണെന്നും വിമർശിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് തരാം, 100 കോടി ഉറുപ്പിക തരാം എന്ന് വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിലേക്ക് പോലും പോകാൻ അനുവാദം കൊടുത്തില്ല. ഇവർക്ക് ആർക്കും കിട്ടാത്ത ആനുകൂല്യം എന്തടിസ്ഥാനത്തിലാണ് VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിന് ലഭിച്ചത്? ഞങ്ങളിപ്പോഴേ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് BJP ഡീല്. ദുരന്ത നിവാരണത്തിൽ UDF സർക്കാരിന് വീഴ്ചയുണ്ടായെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മാതൃക തകർത്തെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ അനുഭവങ്ങൾ, കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് അനുഭവമുള്ള കേരളത്തിലെ ജനങ്ങൾ, ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള സഖാവ് പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ളൊരു മാതൃകയുണ്ട് ഇവിടെ. ആ മാതൃക പൂർണ്ണമായിട്ട് നിങ്ങൾ തകർത്തു. ആ മാതൃകയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായില്ല. ഇതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. പ്രളയ സമാന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ലെന്നും അവശ്യ വസ്തുക്കളുടെ അഭാവം രൂക്ഷമാണെന്നും വിമർശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.